കുറച്ച് പേർക്കെങ്കിലും 2 ദിവസമായിട്ട് ഫോൺ ഡയലർ പാഡിൽ ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ച് പേർക്ക് ഉണ്ടാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ശരിയാക്കാം എന്നാണ് ഇന്ന് നോക്കേണ്ടത്. ആദ്യം അതെന്താ സംഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതൊരു ഫോണിൽ വന്ന ആപ്പിൻ്റെ ഒരു അപ്ഡേഷനാണ്. അത് ഡയലർ പാഡ് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്പേഴ്സ് അതിനെ ഒന്ന് റീയൂസ് ചെയ്തിട്ട് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആക്കി തന്നതാണ്. അപ്പോൾ അത് ചിലവർക്ക് പഴയ പോലെ ഉപയോഗിച്ച് അത് ശീലമായിട്ടുണ്ടാവും. ഇപ്പോൾ പുതിയത് വന്നപ്പോൾ പെട്ടെന്ന് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പുതിയതായിട്ട് വന്ന ഡയലർ പാഡ് തന്നെയാണ് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ഡയലർ പാഡ് കൂടുതലായിട്ട് ഇഷ്യൂസ് കണ്ടുവരുന്നത് പുതിയ ഫോണിലാണ് കൂടുതൽ. പഴയ ഫോണുകളിൽ അങ്ങനെ ആരും മാറിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ പുതിയതായിട്ട് ഫോൺ വാങ്ങിച്ചിട്ട്, അതായത് 2024, 2025 ഫോൺ വാങ്ങിച്ചവരുടെ ഫോണിലാണ് ഇങ്ങനെ ഡയലർ പാഡ് വ്യത്യാസമായി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ശരിയാക്കണം നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ പ്ലേ സ്റ്റോറിലാണ് പോകേണ്ടത്. പ്ലേ സ്റ്റോർ എല്ലാവരുടെ മൊബൈലിൽ പ്ലേ സ്റ്റോർ ഉണ്ടാവും. ആ പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം ഒരു സെർച്ച് ബാർ കാണാൻ പറ്റും. ഏറ്റവും താഴെയായിരിക്കും സെർച്ച് ബാർ ഉണ്ടാവുക. ചിലവർക്ക് മുകളിലുള്ള സെർച്ച് ബാർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യേണ്ടത് ഗൂഗിൾ ഫോൺ ബൈ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്യുക. PHON ഫോൺ ബൈ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്താൽ അതിൽ വരും. അതിൽ കാണുന്ന രണ്ടാമത്തെ സെറ്റിങ്സാണ് ആപ്പാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അത് നമ്മൾ അടിച്ചു കൊടുത്താൽ തന്നെ കറക്റ്റായിട്ട് വരുന്നതാണ്. ഈ കാണിക്കുന്ന ഫോൺ ബൈ ഗൂഗിൾ വന്നിരിക്കുന്ന ആ ആപ്പ് ഞാനിപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്തതാണ്. അതുകൊണ്ടാണ് എൻ്റെ ഇൻസ്റ്റാൾ എന്ന് കാണിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അത് അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. ആ അൺഇൻസ്റ്റാൾ ചെയ്ത ഓപ്ഷൻ ഇതിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രശ്നം പോകുന്നതായിരിക്കും. എല്ലാവരും ചെയ്ത് നോക്കുക. ബുദ്ധിമുട്ടുള്ളവരെല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.